മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ കാരണമാണ് നമ്മുടെ മാർക്കോയുടെ ജീവിതം അനാഥമാക്കാൻ കാരണമായത്. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുഖ്യ ശത്രുവായ പ്രതാപൻ തന്നെയാണ് മാർക്കോയുടെ ജീവിതത്തിലും വില്ലനായിരിക്കുന്നത്. മാത്രമല്ല, താങ്കൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരെയും കൊല്ലാൻ മടിക്കാത്ത വ്യക്തിയാണെന്ന് മഹാലക്ഷ്മി തന്നെ പ്രതാപൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഒരുപാട് പേരെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യം വാമദേവനും പ്രതാപനെക്കുറിച്ച് അറിയാം. മാർക്കോയുടെ ജീവിതം തകർത്ത പ്രതാപനെ എന്തായാലും മാർക്കോ വെറുതെ വിടാൻ പോകുന്നില്ല. കൂടാതെ കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരനായതും താൻ വീൽ ചെയറിലാകാൻ കാരണക്കാരനായതും പ്രതാപനാണെന്നുള്ള സത്യം അറിയുമ്പം കണ്ണനും പ്രതാപനെ വെറുതെ വിടാൻ പോകുന്നില്ല. മുൻപാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ മുത്തശ്ശിയും പ്രതാപനും കൂടി ചേർന്ന് ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ചപ്പം രക്ഷകനായി മാറിയത് നമ്മുടെ മാർക്കോ തന്നെയായിരുന്നു. മാത്രമല്ല, തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴും കണ്ണൻ്റെ ജീവൻ രക്ഷിച്ചതും മാർക്കോ തന്നെയാണ്. മാർക്കോ ഇല്ലായിരുന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് മഹാലക്ഷ്മി തകരുകയും കരുണയും സംഘവും സന്തോഷം കൊണ്ട് പൂത്തിരി കത്തിച്ചേനെ. പക്ഷേ ഈ സത്യങ്ങളെല്ലാം നമ്മുടെ മോഹിനിയമ്മ അറിഞ്ഞ് മോഹിനിയമ്മ മാർക്കോയെ കാണാനായിട്ട് പോകുന്നുണ്ട്, ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും. ആ സമയത്ത് മാർക്കോയെ കാണുമ്പോൾ തന്നെ ഒരു മുജ്ജന്മ അടുപ്പം മോഹിനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം പോലെ തോന്നിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മോഹിനി മാർക്കോയോട് പറയുന്നുണ്ട്, മോനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു മകനോടെന്നുള്ള വാത്സല്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതിനർത്ഥം ഞാൻ മോൻ്റെ അമ്മ തന്നെയാണ്. ആരുമില്ലെന്നുള്ള തോന്നൽ ഇനി മോന് വേണ്ട. മോൻ ആർക്കെന്ത് സഹായം ചെയ്താലും ഒരു പ്രതിഫലവും തിരിച്ചു വാങ്ങാറില്ലെന്ന് പറയുന്നത് കേട്ട്. പക്ഷേ ഇവിടെ കണ്ണൻ്റെ കമ്പനിയിൽ മോനൊരു ജോലി കിട്ടും. മോൻ തീർച്ചയായിട്ടും അത് വാങ്ങണം. മാത്രമല്ല, എൻ്റെ മോക്കും മരുമോനും സംരക്ഷകനായി മോൻ എന്നും കൂടെ ഉണ്ടാവുകയും വേണം. ഒരു കൂലിക്കാരനായിട്ടല്ല, മറിച്ച് സ്വന്തം മകനായിട്ടാണ് ഞാൻ മോനെ ഏറ്റെടുക്കുന്നത്. ഒരമ്മയുടെ വാത്സല്യവും കരുതലും തീർച്ചയായിട്ടും എന്നും മോൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എനിക്കാണെങ്കിൽ ആൺമക്കളില്ല, 2 പെൺകുട്ടികളാണുള്ളത്, കരുണയും മഹാലക്ഷ്മി. പിന്നെ കരുണയുടെ സ്വഭാവം മഹാലക്ഷ്മി പറഞ്ഞു മോൻ അറിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മഹി അങ്ങനല്ല. അവൾക്ക് എൻ്റെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. മോളുടെ അച്ഛൻ മോൻ്റെ കുടുംബത്തോട് ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കണ്ണൻ്റെ കുടുംബത്തോടും തീർത്താ തീരാത്ത ഒരു ക്രൂരത ചെയ്തു. അതിൻ്റെ ഫലം എൻ്റെ മഹിയാണിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞുകൂടാ, കണ്ണൻ നല്ല ചെറുപ്പക്കാരനാണ്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അതെനിക്കറിയാം മോനെ. അതുമാത്രമാണ് എൻ്റെ ഒരു സമാധാനം. ആദ്യം കണ്ണൻ മഹാലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഒരു വീൽ ചെയറിലിരിക്കുന്ന പയ്യനാണ് എൻ്റെ മോളെ പെണ്ണ് കാണാൻ വന്നതെന്നറിഞ്ഞ് ഈ കല്യാണം നടക്കരുതെന്ന് മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവനാണെങ്കിൽ എണീറ്റ് നടക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഒരു ഭർത്താവിൻ്റെ ധർമ്മം ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കാത്ത ഒരു പയ്യനെ എൻ്റെ മോൾക്ക് ഭർത്താവായി വരരുതെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ എൻ്റെ മകൾ തന്നെയാണ് ഈ കല്യാണം നടത്താൻ താല്പര്യം കാണിച്ച് മുന്നിട്ട് നിന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ മകളുടെ രണ്ടാനച്ഛനാണ് കണ്ണൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരനായത്. കണ്ണൻ വീൽ ചെയറിലാകാൻ കാരണക്കാരനും എൻ്റെ മോളുടെ രണ്ടാനച്ഛൻ തന്നെയാണ്. അതിന് കൊട്ടേഷൻ കൊടുത്തത് കണ്ണൻ്റെ ബന്ധുക്കളും. അത് കേട്ട് മാർക്കോ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മോഹിനിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ആ ഒരു കുടുംബത്തിൽ തന്നെയാണോ ഇപ്പോഴും കണ്ണൻ സാർ താമസിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതൊന്നും. മോൻ വിശ്വസിക്കണം. പാവം കണ്ണനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് പോലും അപകടമുണ്ടായി. ശരിക്കും അത് അപകടമല്ല, കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അതിൻ്റെ പിന്നിലും അവരൊക്കെ തന്നെയാണ്. കാരണം കണ്ണൻ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ സ്വത്തുക്കളൊന്നും അവർക്ക് കിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ണന് ഒരു അനുജനും ഒരു അനുജത്തിയും ഉണ്ട്. അവരും ശത്രുപക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലച്ചുവിനെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൻ അവരെ വിട്ടിട്ട് എങ്ങും പോകരുത്. മോനെ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ടു പറയുക. പിന്നെ തോമസ് വൈദ്യർ പറയുന്നത് കേട്ടു, മോൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിയമം കയ്യിലെടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാറുമുണ്ടെന്ന്. പക്ഷേ ഇനി അത് പറ്റില്ല. മോനായിട്ടൊരു കുടുംബം വേണം. ഒരമ്മയുടെ വാത്സല്യം തരാൻ ഞാനും ഉണ്ട്. സത്യത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താണെന്നുള്ള കാര്യം മോൻ അറിയാമായിരിക്കുമല്ലോ. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മായിയമ്മ, അമ്മ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു മോൻ, ആരെ പോയി കൊല്ലാൻ പറഞ്ഞാലും കൊന്നിട്ട് വരുന്ന സ്വഭാവക്കാരൻ. സത്യത്തിൽ എനിക്ക് അവിടുത്തെ ജീവിതം മടുത്തു. പിന്നെ നാട്ടുകാരെന്ത് പറയുമെന്നുള്ള ആ ഒരു ഭയത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. കണ്ണനും മഹാലക്ഷ്മി എന്നോട് പറഞ്ഞതാണ്, അമ്മയ്ക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കായിട്ടൊരു പുതിയ വീട് മേടിച്ചു തരാമെന്ന്. ഇനി മോൻ എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറഞ്ഞ് നമുക്കൊരു പുതിയ വീട് മേടിപ്പിച്ചിട്ട് നമുക്ക് 2 പേർക്കും അവിടെ താമസിക്കാം.
ഒരമ്മ എന്ന നിലയ്ക്ക് സ്നേഹവും കരുതലും നൽകാൻ ഞാൻ അവിടെ ഉണ്ടാകും. കാരണം എൻ്റെ 2 മക്കളുടെയും ജീവൻ രക്ഷിച്ചത് മോനാണ്. എൻ്റെ കണ്ണമ്മോൻ്റെയും മഹാലക്ഷ്മിയുടെയും. അതിനുള്ള കടപ്പാട് എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. അത് കേട്ട് മാർക്കോ പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഒരിടത്ത് അടിഞ്ഞുകൂടാറില്ല. അടിഞ്ഞുകൂടിയാൽ എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാതാവും. എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ എനിക്കും ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ എനിക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു ജീവിതം സ്വപ്നം കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ അമ്മയെ നിരാശപ്പെടുത്തുന്നില്ല. എന്നെനിക്കൊരു അമ്മയുടെ വാത്സല്യം വേണമെന്ന് തോന്നിയാലും അന്ന് ഞാൻ അമ്മയുടെ ഒരിക്കലേക്ക് ഓടിയെത്തും. അത് കേട്ട് മോഹിനിയമ്മ പറയുന്നു, മോനു വേണ്ടി ഞാൻ കാത്തിരിക്കും. അത് കാണിച്ചായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ കിടിലൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ.